ടൗൺഷിപ്പ് കളറാവെന്ന് പറയുന്നത് വെറുതെ അല്ല കേട്ടോ. അതുകൊണ്ടകള് അടിപൊളിയല്ലേ. സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് വീണ്ടും നമ്മൾ കൽപ്പറ്റ ടൗൺഷിപ്പിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും എന്താ ചെയ്യേണ്ടത്? സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടിപൊളി ടൗൺഷിപ്പിൻ്റെ ലേറ്റസ്റ്റ് കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. എന്തൊക്കെയാണ് ഇപ്പം ടൗൺഷിപ്പിൻ്റെ താക്കോൽദാനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം വർക്ക് എങ്ങനെയൊക്കെ പോകുന്നു, ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചോ, അതൊക്കെ കാണിച്ചു തരാം. എല്ലാവരും എൻ്റെ കൂടെ കൊണ്ട് പോകുന്നില്ല. ഈ റോഡ് ടാറിങ്, അതായത് നമ്മുടെ കൽപ്പറ്റ ബൈപ്പാസിൽ നിന്ന് ഒരു ടാർ ചെയ്ത റോഡ് ഒന്ന് ഇതിലുണ്ട്, ഒന്ന് തൊട്ടപ്പുറത്ത് കൂടി ഉണ്ട് കേട്ടോ. അത് നല്ല വീതിയുള്ള റോഡാണ്. ഈ അതിനെക്കാളും കുറച്ച് വീതി കുറഞ്ഞ റോഡ് ഇത്. ഈ ഭാഗത്തുള്ള വീടുകളുടെ വർക്കുകളൊക്കെ പെയിൻറ്റിങ് വരെ കഴിഞ്ഞിട്ടുണ്ട്. ഫൈനൽ മതിലിൻ്റെ ബൗണ്ടറി വർക്കുകളൊക്കെയാണ് ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ റോഡിൻ്റെ സൈഡിൽ രണ്ട് ഭാഗത്ത് ഡ്രെയിനേജ്, അതിലൊന്ന് നമ്മുടെ ഇലക്ട്രിക് കേബിളുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒന്നാണ് വാട്ടറിനുള്ളത്. അതൊക്കെ സെറ്റപ്പ് നിർമ്മാണം കേട്ടോ. കോൺക്രീറ്റ് കൂടെ ഇങ്ങനെ കുഴച്ചുകൊണ്ട് നിൽക്കുകയാണ്. ചില്ലറ കോൺക്രീറ്റ് ഒന്നും പോരല്ലോ. ജോലിക്കാർ ചായ കുടിക്കുന്ന സമയമാണ്. അവർക്കൊക്കെ ഒരുപാട് ജോലിക്കാർ, 1500ഓളം ജോലിക്കാരില്ലേ നിർത്താതെ പണിയെടുക്കുക കേട്ടോ. ഏതായാലും ഈ വിഷുവിന് കൈമാറാൻ പറ്റുമോ എന്നുള്ളൊരു ആഗ്രഹം ഇവർക്കുണ്ടെന്ന് തോന്നുന്നു. അത് കഴിയുമോ എന്നുള്ള അറിയില്ല. വർക്ക് കുറച്ചും കൂടിയൊക്കെ ഫൈനൽ ഫിനിഷിങ് വർക്കുകൾ ഇനി കുറേ ഉണ്ട്. വീടിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അഥവാ കൊടുക്കുകയാണെങ്കിൽ തന്നെ ഇവർ ഇതിൻ്റെ ഇടയിലൊക്കെ പുതിയ വീടിൻ്റെ വർക്കുകളൊക്കെ തുടങ്ങുന്നുണ്ട്. അപ്പം അതൊക്കെ അവർ പെട്ടെന്ന് കഴിച്ച് വെക്കുകയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പൊടി പാറുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ. ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ ബാത്റൂം സൗകര്യങ്ങൾ നോക്കാം. അതായത് പണിക്കാരൊക്കെ ഫുള്ള് ചായ കുടിക്കാൻ പോയതാണ്. 94 വീടുകൾക്ക് ഒരു ടാങ്കാട്ടോ. അതൊക്കെ നമ്മുടെ ഈ ഡ്രെയിനേജിൻ്റെ പുറത്തു കൂടിയാണ് ടാങ്കിൻ്റെ ലൈനുകൾ വരുന്നത്. അത് ആ ഭാഗത്ത് കൂടി, അത് ഞാൻ കാണിച്ചു തരാം. 15 മീറ്റർ വിട്ടിട്ട് വലിയ വലിയ മെയിൻ ഹോളുകളുണ്ട്. അപ്പോൾ അതിൻ്റെ സിസ്റ്റം എന്താണെന്ന് വെച്ചാണ്ടോ, ഒരുപാട് ബ്ലോക്കുകളായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. 1 2 3 4 5 6 7 8 9 10 11 12 ബ്ലോക്കുകളായിട്ട്. അതിൽ നിന്ന് മുകൾ ഭാഗത്തെത്തുമ്പോൾ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്ത് പോകാൻ. അതുകൂടാതെ ആ ഭാഗത്ത് ആ ടാങ്ക് എന്തിനാ അറിയാം, ഇതിലൊക്കെ ഫുള്ള് വെള്ളം ഏകദേശമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഓവർഫ്ലോ ആയിട്ട് വെള്ളം അതിലങ്ങോട്ട് പോകും. അതിൽ ഫുള്ള് ചെടികൾ വെക്കാനുള്ള കേട്ടോ. ചെടികൾ ചെടികൾ എന്തിനാണ് വെക്കണമെന്ന് അറിയാം. അത് ഫുള്ള് ലീക്ക് പ്രൂഫ് സാധനമാണ്. അതായത് വെള്ളമൊന്നും ഒരിക്കലും പുറത്തേക്ക് പോകില്ല. അവിടെയൊക്കെ കുറേ താഴ്ചയിലേക്കാണ് വീടുകൾ. അവിടെയുള്ള ആളുകളൊന്നും പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ. ഈ ടാങ്കിൻ്റെ ഉള്ളിൽ നിന്ന് തുള്ളി വെള്ളം പുറത്തേക്ക് വരില്ല. അതായത് ചെടികൾ, ഇതിന് വരുന്ന വെള്ളം ആ ചെടികൾ വലിച്ചെടുത്തിട്ട് കുറേ ആകാശം കുടിച്ചോളും. പിന്നെ അത് കൂടാതെ വരുന്ന വെള്ളം ഇതിൻ്റെ പുറത്ത് ഒരു സിസ്റ്റം ഉണ്ട്. അതിൽ നിന്ന് വേറെ ബോണ്ടിലേക്ക് വെള്ളം ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നതാണ് പറഞ്ഞത്. ഏതായാലും അടിപൊളി പരിപാടി. ഈ ഫ്ലാറ്റുകളിലൊക്കെ ഈ സിസ്റ്റം തന്നെ ആയിരിക്കട്ടോ. ഇവർ ഇതേ സിസ്റ്റം ബാംഗ്ലൂർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരവിടെ പോയിട്ടൊക്കെ അന്വേഷിച്ച് കൈകാര്യം ചെയ്ത് അടിയിൽ വേറെ തന്നെ ഒരു സ്ലാബുകളായിട്ടുണ്ടല്ലോ അല്ലേ. അതിനൊരു 2 അടി താഴ്ചയിൽ വേറെ, അതിൻ്റെ മുകളിൽ വേറെ സ്ലാബൊക്കെ ഇട്ടിട്ടുണ്ട്. ഏതായാലും അടിപൊളി പരിപാടി കേട്ടോ. ഇത് പറഞ്ഞാൽ 94 വീടുകൾക്കുള്ള ഒരു ടാങ്കാണ്. അപ്പം ഇതൊക്കെ കുറേ കൊല്ലങ്ങൾ കഴിയിട്ടോ അതൊക്കെ ഫുള്ളാവണമെങ്കിൽ. ഈ ഡ്രെയിനേജിൻ്റെ സൈഡിലായിട്ടാണ് നമ്മുടെ സെപ്റ്റി ടാങ്കിൻ്റെ പൈപ്പുകൾ. ഒരു എത്ര ഇഞ്ചിൻ്റെ പൈപ്പാണ്? 7 ഇഞ്ചിൻ്റെ മണ്ണുള്ള പൈപ്പ്. ഇത് നല്ല കരിമ്പാറല്ലോ, മെഷീനോട് പൊട്ടിച്ചിട്ട് എടുക്കുന്ന പരിപാടി. ഈ ടാങ്ക് എന്താ അറിയോ, ഈ ടാങ്കാണ് നമ്മുടെ മെയിൻ ഹോൾ എന്ന് പറഞ്ഞ പരിപാടി കേട്ടോ. 15 മീറ്റർ വിട്ടിട്ട് ഇതുപോലെ മെയിൻ ഹോളുകൾ ഇങ്ങനെ വെക്കുന്നുണ്ട്. എന്തോ ഒരു ഇതാ അറിയോ, നമ്മുടെ 750 ലിറ്ററിൻ്റെ ആ ഒരു ഇതുണ്ടാവും കേട്ടോ. നമ്മൾ ഒരാൾ ഇതിൽ നിന്ന്, ഞാൻ ഇതിൽ ഇറങ്ങി നിന്നാൽ അത്രയും ഹൈറ്റ് ഉണ്ട്. പിന്നെ അതാ ഇത് എയർ പോകാനുള്ളതായിരിക്കും അല്ലേ, എയർ പോകാനുള്ള സിസ്റ്റമായിരിക്കും. പിന്നെ അതുകൂടാതെ വേറെന്താ പൈപ്പ്, വേസ്റ്റ് വെള്ളത്തിൻ്റെ പൈപ്പ് വേറെ, അതിൻ്റെതാവാൻ സാധ്യതയുണ്ട്.
അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രെയിനേജ് സെപ്റ്റി ടാങ്കിൻ്റെ ഒക്കെ സിസ്റ്റം കേട്ടോ. ബാക്കി ഈ ഈ ഡ്രെയിനേജ് എന്തിനാ വെച്ചാൽ കറണ്ട് കാര്യങ്ങൾ, കേബിളുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകാനുള്ള. ഇനി വാട്ടർ, ഓരോ വീടുകൾക്കും വാട്ടർ എത്തിക്കാനുള്ള പൈപ്പുകൾ, അതൊക്കെ ഇതിലൂടെ കേട്ടോ പോവുക. വരി നിന്നിട്ടാണ്, വരി നിൽക്കാതെ കിട്ടൂല, എല്ലാവർക്കുള്ള ഫുഡ് ഉണ്ടാകും. ഡ്രെയിനേജിൻ്റെ കോൺക്രീറ്റുകളൊക്കെ നടക്കുന്നുണ്ട്. ഇത് വേറെ മോഡൽ മീനുകൾ. ഇനിതാ ഈ ഭാഗത്ത് ഡ്രെയിനേജ് വേറെ ഒന്ന് വരാണ്ട് കേട്ടോ. വെള്ളത്തിൻ്റെ ഇത് കറണ്ട് ലൈനും കാര്യങ്ങളൊക്കെ പോകുന്ന ലൈനുകൾ. ഇനി ഇതിലും വീട് വരാനുള്ളതായിരിക്കുമല്ലോ അല്ലേ. ഏതായാലും ഫ്രണ്ട് ഭാഗം മതിലിങ്ങനെ കേട്ടോ. 3 ഭാഗം നല്ല പ്ലാസ്റ്ററൊക്കെ ചെയ്തിട്ടുള്ള മതിൽ. ഫ്രണ്ട് ഭാഗം നെറ്റാണ് കേട്ടോ. ഓപ്പണായി തോന്നിക്കുന്ന, എന്നാൽ ഓപ്പൺ അല്ല താനും. ഈ കാണുന്നത് നെറ്റ് ഒക്കെ, ഇവിടെയൊക്കെ നെറ്റ് വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ നെറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വീടിൻ്റെ ഉള്ളിലൊന്ന് കയറി വെക്കണ്ടേ. ഇത് നമ്മുടെ ഈ 94 വീടുകളുടെ ഏരിയയിൽ ഒരു ഒഴിഞ്ഞ സ്ഥലം കേട്ടോ. ഇതിന് പ്ലേ ഗ്രൗണ്ട് ആവാനാണ് സാധ്യത. ഇവിടാണ് നമ്മുടെ താക്കോൽദാനം നടന്ന സ്ഥലം. എന്തായാലും ഈ ഭാഗത്ത് വർക്ക് നടക്കുന്നതായി കാണുന്നില്ല. ഇതിൻ്റെ ഇടയിലൊക്കെ ഓരോ ഗ്യാപ്പുകളുണ്ട്, അവിടെയൊക്കെ വീട് വരാനുള്ള കേട്ടോ. ഫൗണ്ടേഷൻ വർക്കുകളൊക്കെ അവർ പെട്ടെന്ന് തീർത്ത് വെക്കുന്നുണ്ട്. ബാക്കി കഴിഞ്ഞ വീടുകൾ അവർ പെട്ടെന്ന് കൊടുക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്ക് കഴിഞ്ഞ വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം. ഇൻ്റർലോക്ക് ഈ ലെവലിലാണല്ലോ, ബാക്കി ഇവിടെയൊക്കെ മണ്ണ് തന്നെ. അതുകൊണ്ട് പിന്നെ സിറ്റ് ഔട്ടിൽ ഇവിടെ ചെറിയ ചെടി, ഇതെന്താ ബേബി ചില്ലി, അതിലൊക്കെ വളരുമോ? അതിൻ്റെ അടിയിൽ മണ്ണുണ്ടാവില്ലേ. ആളുകൾ കയറിയിട്ടുണ്ടായിട്ട് ടൈലൊക്കെ കൂടി ഒക്കെ ഒന്ന് ക്ലീൻ ആക്കാണ്ട്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡൈനിങ് ഹാളിലേക്ക് കയറി. ഇവിടാണ് ഒരു സ്റ്റെയറിന് ബാക്കിയിൽ പിന്നീട് ഈ സിറ്റ് ഔട്ടിൻ്റെ ഈ ഫ്രണ്ട് ഭാഗം എടുത്ത് ഒഴിവാക്കി മുകളിലേക്ക് എടുക്കുന്ന ആളുകൾക്ക് സ്റ്റെയറിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം. അതൊക്കെ റൗണ്ട് സ്റ്റെയർ കൊടുക്കേണ്ടി വരും. ഇത് ബെഡ്റൂമിലേക്കുള്ള അലമാറകളൊക്കെ അവർ കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ. ഇതൊക്കെ എയറോൾസ് ഈ ക്രാക്ക് വരാതിരിക്കാൻ വേണ്ടി ഗ്രൂവിൻ്റെ വർക്ക് ഒക്കെ പൊട്ടിയിട്ട് ഒന്നുകൂടി ക്ലീൻ ആക്കാണ്ട്. ബാത്റൂം നല്ല ക്ലോസറ്റ്, ഏകദേശം 7 അടി നീളം, 5 അടി വീതി. ആ വീതിയിലുള്ള ഒരു ബാത്റൂം. അളവെങ്ങനെ നോക്കണമല്ലോ, 2 അടീൻ്റെ ടൈലൊക്കെ ഇട്ടാട്ടോ, അല്ലാതെ ഞാൻ ടാപ്പ് പിടിച്ച് അളക്കല്ല. ഇവിടെ നിൽക്കുന്ന ഒരു ബേസിന് ഡൈനിങ് ഹാളിൽ. ഇത് കോമൺ ബാത്റൂം. ഇത് മറ്റേതിൻ്റെ അത്ര വലുപ്പമില്ല, എന്നാലും ഉണ്ട്, കുഴപ്പമില്ല. പിന്നെ ഇതൊരു ബെഡ്റൂം. ഈ ബെഡ്റൂമിലാണ് 2 ബെഡ്റൂമിലും അലമാറ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ കിച്ചണിലേക്ക്. കിച്ചൺ ഏരിയ, വർക്ക് ഏരിയ. ഓക്കെ, കിച്ചൺ വർക്ക് ഏരിയ ഒക്കെ നല്ല സൗകര്യമുണ്ട്. ഏതായാലും 2 ബെഡ്റൂം. വലിയ ഫാമിലി ആകുമ്പോൾ സ്വീപ്പാവില്ലേ. ഡൈനിങ് ഹാൾ നല്ല സൗകര്യമുണ്ട്. ആളുകൾ ഇങ്ങനെ കാണാൻ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. റോഡുകളൊക്കെ വരുന്ന വരുത്തുണ്ടെങ്കിൽ ഡ്രെയിനേജിൻ്റെ അടക്കം ഒരു 13 അടിയോളം വീതി ഉണ്ടാകും. ഡ്രെയിനേജ് ഇവിടെയൊക്കെ ഡ്രെയിനേജിൻ്റെ മുകളിൽ കൂടി ആയിരിക്കില്ല പാസ്. അപ്പോൾ ഡ്രെയിനേജ് ഫുള്ള് കവർ ചെയ്യാനുള്ളതായിരിക്കും. റോഡ് ഒക്കെ അവർ കോറി വേസ്റ്റുകളൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നേരിയ തോതിൽ CTSP മിക്സിംഗ് ഒക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് ടാറിങ്. ഇത് ഫുള്ള് നടന്ന് കാണാൻ പറഞ്ഞാൽ ചൊറാട്ടോ. ഏതായാലും ഇൻ്റർലോക്ക് അവർ ഈ ഫ്രണ്ട് ഭാഗത്ത് ഇങ്ങനെ സിറ്റ് ഔട്ടിലേക്ക് നേരിട്ട് മാത്രമേ ഇൻ്റർലോക്ക് വിരിച്ചിട്ടുള്ളൂ.
ഇടും. ഒരു ചില്ലിട്ടാൽ ലുക്കായില്ലേ. ഇപ്പം തൽക്കാലം മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ ഇതാട്ടോ, പുറം ഭാഗത്ത്. നമുക്ക് അതിൻ്റെ മുകളിലൊന്ന് കയറി വെക്കാം. യെസ്, അങ്ങനെ നമ്മൾ മുകളിലേക്ക് എത്തിട്ടോ. ഇവിടെ അടിയിൽ മൊത്തം ലീക്ക് പ്രൂഫ് അടിച്ചതിന് ശേഷം പിന്നെ ഇതാ മെഷിംഗ് ടാപ്പ് വിരിച്ചിട്ടുണ്ടല്ലോ. ഇതിൻ്റെ മുകളിൽ യെസ്, നമ്മുടെ ലീക്ക് പ്രൂഫിൻ്റെ മറ്റേ വൈറ്റ് സാധനം ഉണ്ടല്ലോ നമ്മൾ വീഡിയോയിലൊക്കെ കാണണേ, അതടിക്കാൻ സാധ്യതയുണ്ട്. അതടിച്ച് കഴിഞ്ഞാൽ പിന്നെ ചൂടിനൊക്കെ കുറവായിരിക്കും. പിന്നെ നമ്മുടെ ലീഗുകാരുണ്ടാക്കി കൊടുക്കുന്ന വീടുകളിൽ നിന്നും പ്രത്യേകമായിട്ടുള്ളൊരു വ്യത്യസ്തത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാട്ടോ, സോളാർ. അവർ ചിലപ്പോൾ ഇനി വെച്ച് കൊടുത്തായിരിക്കും. ഓരോ വീടിനും 2 കിലോ വാട്ടോ KV 2 കിലോ വാട്ടിൻ്റെ അടിപൊളി ഒരു വീടിന് ആവശ്യമായ, ഒരു ചെറിയ വീടിന് ആവശ്യമായ കറണ്ട് അതിൽ നിന്നും ബാലൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ മീറ്ററുകളൊക്കെ അവർ വെക്കും. എങ്ങനെയൊക്കെ ഇവർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അതൊക്കെ ഇവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അടിപൊളി. ഇനി ഇവിടെ സൂപ്പർ മാർക്കറ്റുകൾ, ഹോസ്പിറ്റൽ ആ ഭാഗത്തല്ല വരുന്നത്. ഞാൻ ഫസ്റ്റ് ബാത്റൂമിൻ്റെ ഒരു വീഡിയോ എടുത്തില്ലേ, വേസ്റ്റ് ടാങ്കിൻ്റെ, അവിടെയാണ് ഹോസ്പിറ്റൽ വരുന്നത്. ഇതൊക്കെ ഇതെല്ലാം പ്ലേ ഗ്രൗണ്ട് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ സൂപ്പർ മാർക്കറ്റ് അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ടാവും. കച്ചവടങ്ങളൊക്കെ എല്ലാം ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ കച്ചവടമൊക്കെ തുടങ്ങാം. അതിനൊക്കെ ഇവിടെയുള്ള താമസിക്കുന്ന ആളുകൾക്ക് ഇവിടെ തന്നെ ജോലി കുറേ ആളുകൾക്ക് ഉണ്ടാവും. ഏതായാലും ജോലിയും ഒക്കെ പോയി കിടക്കുന്ന ആളുകളല്ലേ ഭൂരിഭാഗം ആളുകളും. അവർ പെട്ടെന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ജോലിയൊക്കെ ഇനി റെഡി ആവണ്ടേ, ഒക്കെ ശരിയാവില്ലേ. ടൗൺഷിപ്പ് കളറാവെന്ന് പറയുന്നത് വെറുതെ അല്ല കേട്ടോ. അതാണകള് അടിപൊളിയല്ലേ. പുല്ലൊക്കെ വിരിച്ചു, ഗ്യാപ്പ് ഇത്രേ ഒഴിഞ്ഞ ഭാഗങ്ങൾ കുറേ ഉണ്ട് അല്ലേ. അവിടെയൊക്കെ നല്ല പുല്ലുകൾ വിരിച്ച് ചെടികൾ വെച്ച് സായങ്കാലം ഇവിടെ വന്നിരിക്കാം അടിപൊളിയായിട്ട് മേലോട്ട് നോക്കിയിട്ട്. വയനാട്ടിലൊക്കെ ഇങ്ങനെ മേൽഭാഗത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുക എന്നൊരു അടിപൊളിയല്ലേ. ഒക്കെ വീട്ടുകാർക്കുള്ള സൗകര്യങ്ങളാട്ടോ. ഒക്കെ ഇവരുടെ അവകാശപ്പെട്ട സാധനങ്ങളാണൊക്കെ. ടൂറിസ്റ്റുകൾ വല്ലാതൊന്നും താമസാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയറി കളിക്കാനൊന്നും കഴിയുന്നില്ല. ഒക്കെ അവരുടെ അവകാശത്തിൽപ്പെട്ട കാര്യങ്ങളായിരിക്കും. ബാക്കി സോണുകളുടെ വർക്ക് അവിടെ അപ്പുറത്തേക്ക് ഇഷ്ടംപോലെ അവിടെയും നടക്കുന്നുണ്ട് കേട്ടോ. അവിടെയും വർക്ക് കഴിഞ്ഞ വീടുകളൊക്കെ ഉണ്ട്. ആ ഭാഗത്തേക്കൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഇവിടേക്കുള്ള കുടിവെള്ളത്തിൻ്റെ ഇതൊക്കെ ഞാൻ ചോദിച്ചു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞ് ഇവിടേക്കുള്ള കുടിവെള്ള പദ്ധതികളൊക്കെ കാരപ്പുഴ ഡാമിൽ നിന്ന് വരുന്ന, ഈ വയനാട് ഏരിയയിലൊക്കെ കാരപ്പുഴ ഡാമിൽ നിന്ന് വരുന്ന വെള്ളങ്ങളാണ്. അപ്പോൾ അതിൻ്റെ പൈപ്പ് നമ്മുടെ ബൈപ്പാസിലൂടെ ഒക്കെ പോകുന്നുണ്ട്. അങ്ങോട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ബാക്കി ഓരോ വീടുകളിലേക്കുള്ള കണക്ഷനൊക്കെ അവർ ഇട്ട് കൊടുക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് ഇതിലേക്കായിട്ട് വേറെ കിണർ സൗകര്യങ്ങളൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. പിന്നെ ഇനിയിപ്പം വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുള്ള സമയത്ത് ഓരോ വീടുകൾക്ക് കുഴലോ അത് അടിക്കണമെങ്കിൽ അടിക്കാമെന്ന് വിചാരിക്കുന്നില്ലേ. അങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്നേഹിതന്മാരെ, ഇതൊക്കെയാണ് നമ്മുടെ കൽപ്പറ്റ ടൗൺഷിപ്പിൻ്റെ ലേറ്റസ്റ്റ് കാഴ്ചകൾ കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ എന്തായാലും അറിയിക്കട്ടെ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.